അപ്പോൾ ഭൂപടത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്ന് അറിയപ്പെടുന്നത്. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യക്കാണ്. സർവേ ഓഫ് ഇന്ത്യ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുള്ള തോതുകൾ 1:10 ലക്ഷം, 1:2,50,000, 1:50,000, 1:25,000 എന്നീ തോതുകളിലാണ്. ധരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങൾ അറിയപ്പെടുന്നത് പ്രാഥമിക വിവരങ്ങൾ എന്നാണ്. ട്രോപ്പോഷീറ്റിൻ്റെ പ്രാഥമിക വിവരങ്ങൾ: ഭൂപടത്തിൻ്റെ നമ്പർ, പ്രദേശത്തിൻ്റെ പേര്, അക്ഷാംശ രേഖാംശ സ്ഥാനം, ഈസ്റ്റിങ്സിൻ്റെയും നോർത്തിങ്സിൻ്റെയും മൂല്യങ്ങൾ, ഭൂപട തോത്, കോണ്ടൂർ ഇടവേള, സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ, സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി. ധരാതലീയ ഭൂപടങ്ങളുടെ വായനയ്ക്ക് അനിവാര്യമായവ: ധരാതലീയ ഭൂപടങ്ങളുടെ ക്രമനമ്പർ, സ്ഥാനനിർണയ രീതികൾ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, ഭൂപ്രദേശത്തിൻ്റെ ഉയരവും ചരിവും, ചിത്രീകരിക്കുന്ന രീതികൾ എന്നിവയാണ്. ധരാതലീയ ഭൂപടങ്ങളിലെ ഭൗതിക സവിശേഷതകളാണ് ജലാശയങ്ങളും വിവിധ ഭൂരൂപങ്ങളും. ജലാശയങ്ങളിൽ നദി, അരുവി, നീരുറവ മുതലായവ ഉൾപ്പെടുന്നു. ധരാതലീയ ഭൂപടങ്ങളിലെ സാംസ്കാരിക സവിശേഷതകളാണ് മനുഷ്യനിർമ്മിത പാർപ്പിടങ്ങൾ, വിവിധ തരം റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിയിടങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണറ്, കുഴൽക്കിണറുകൾ മുതലായവ. ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ സൂചിപ്പിക്കുന്നത് ഭൂപട പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ്. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങളിൽ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണ ഷീറ്റുകളുടെ എണ്ണം 1800 ആണ്. ഉത്തര ദക്ഷിണ അർദ്ധഗോളത്തിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 420. ധ്രുവപ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 2. ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും ധരാതലീയ ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം 2222 ആണ്. ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പരയിൽ ഉൾപ്പെട്ട ഓരോ ഷീറ്റുകളുടെയും തോത് 1:10 ലക്ഷം എന്ന തോതിലാണ്. 1:10 ലക്ഷം എന്ന തോതിലുള്ള ഷീറ്റുകളെ വിളിക്കുന്നത് മില്യൺ ഷീറ്റുകൾ എന്നാണ്. ഓരോ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തിരിച്ചാൽ അവ അറിയപ്പെടുന്നത് ഡിഗ്രി ഷീറ്റുകൾ എന്നാണ്. ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചാൽ 1 ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ്. ഭൂസവിശേഷതകളും അവയെ സൂചിപ്പിക്കുന്ന നിറങ്ങളും: അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽപാത, ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തികൾ എന്നിവ സൂചിപ്പിക്കാൻ കറുപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽക്കിണറുകൾ അങ്ങനെ എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങളാണെങ്കിൽ നീല നിറം. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവ സൂചിപ്പിക്കാൻ പച്ച. കൃഷിസ്ഥലങ്ങൾ മഞ്ഞ. തരിശുഭൂമി വെള്ള. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ എന്ന് പറയുമ്പോൾ ഈസ്റ്റിങ്സും നോർത്തിങ്സും അവയുടെ നമ്പറുകളും വരും. ഇവ സൂചിപ്പിക്കാൻ ചുവപ്പ് നിറം. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും, മണൽക്കൂനകളും മണൽക്കുന്നുകളും സൂചിപ്പിക്കാൻ തവിട്ട് അല്ലെങ്കിൽ ബ്രൗൺ നിറമാണ് ഉപയോഗിക്കുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ: കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്സ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്സ്, ബെഞ്ച് മാർക്ക് എന്നിവയാണ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗമാണ് ഫോം ലൈനുകൾ. ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിനു വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്ന മാർഗം സ്പോട്ട് ഹൈറ്റുകളാണ്.
ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തുന്ന സ്ഥലത്തിന്റെ ഉയരം ത്രികോണം എന്ന ചിഹ്നം ഉപയോഗിച്ച് ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്ന മാർഗത്തെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗമാണ് ബെഞ്ച് മാർക്ക്. കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ കോണ്ടൂർ രേഖകളെന്ന് വിളിക്കുന്നു. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിനെ പറയുന്ന പേര് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ്. അടുത്തടുത്തുള്ള രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യ വ്യത്യാസം അറിയപ്പെടുന്നത് കോണ്ടൂർ ഇടവേള എന്നാണ്. 1:50,000 തോതിലുള്ള ധാരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായിട്ട് കോണ്ടൂർ ഇടവേള 20 മീറ്റർ ആയിരിക്കും. ധാരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഭൂപ്രദേശത്തിന്റെ ഉയരം, ചരിവിന്റെ സ്വഭാവം, ഭൂരൂപത്തിന്റെ ആകൃതി. അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? കുത്തനെയുള്ള ചരിവിനെ. ധാരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ട് നിറമാണ്. ഗ്രിഡ് റഫറൻസ്. ധാരാതലീയ ഭൂപടങ്ങളിൽ സ്ഥാനനിർണയം നടത്താൻ വേണ്ടി വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളെ ഈസ്റ്റിങ്സ് എന്ന് വിളിക്കുന്നു. കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന് മൂല്യം കൂടി വരുന്നു. ഈസ്റ്റിങ്സിന്റെ ഏത് മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്? ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിന്റെ മൂല്യം. ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന ചുവന്ന രേഖകളെ നോർത്തിങ്സ് എന്നാണ് വിളിക്കുന്നത്. നോർത്തിങ്സിലെ വടക്കു ദിശയിലേക്ക് പോകുന്തോറും മൂല്യം കൂടി വരുന്നു. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിന്റെ മൂല്യമാണ് സ്ഥാനനിർണയത്തിന് പരിഗണിക്കുന്നത്. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകളെ ഗ്രിഡ് റെഫറൻസ് എന്ന് വിളിക്കുന്നു. വലിപ്പമേറിയ ഭൂസവിശേഷതകളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റെഫറൻസ് ആണ് 4 അക്ക ഗ്രിഡ് റെഫറൻസ്. താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റെഫറൻസ് ആണ് 6 അക്ക ഗ്രിഡ് റെഫറൻസ്. അപ്പോൾ ഭൂപടം എന്ന ഭാഗത്തുള്ള നോട്ട് മൊത്തവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.